കൊച്ചി രൂപതയിലെ വൈദിക വൃന്ദത്തിലെ അംഗവും ഇതുവരെ പ്രസ്തുത രൂപതയിലെ ജുഡീഷ്യൽ വികാരിയും സമർപ്പിതർക്കായുള്ള എപ്പിസ്കോപ്പൽ വികാരിയും വിശുദ്ധ യൗസേപ്പിൻ്റെ ദേവാലയത്തിലെ വികാരിയുമായിരുന്ന ഇപ്പോൾ കൊച്ചി രൂപതയുടെ മെത്രാനായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ടിരിക്കുന്ന പ്രിയപുത്രൻ ആൻ്റണി കാട്ടിപ്പറമ്പലിന് ദൈവദാസന്മാരുടെ ദാസനായ ലിയോ മെത്രാൻ്റെ അഭിവാദനവും അപ്പസ്തോലിക ആശീർവാദവും. ബെനഡിക്ട് 16 പാപ്പ പഠിപ്പിച്ചതുപോലെ കർത്താവിൻ്റെ വചനത്തിൻ്റെ വിവിധ രൂപങ്ങൾ ഊന്നിപ്പറഞ്ഞുകൊണ്ട് ഏതെല്ലാം വഴികളിലൂടെയാണ് ദൈവം സംസാരിക്കുന്നതെന്നും മനുഷ്യരെ കണ്ടുമുട്ടുന്നതെന്നും നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ജീവിക്കുന്ന ദൈവം മനുഷ്യർക്കായി സ്വയം വെളിപ്പെടുത്തുന്ന മുഖ്യസ്ഥലം ക്രിസ്തുവിൻ്റെ സഭയാണ്. അക്കാരണത്താൽ അവൾ തൻ്റെ ദിവ്യ ശുശ്രൂഷകരുടെ പ്രവർത്തനം വഴി ഓരോ വിശ്വാസിക്കും മാതാവും ഗുരുനാഥയുമായി ഭവിക്കുന്നു. ഇക്കാര്യം മനസ്സിലാക്കിക്കൊണ്ട് അപ്പസ്തോലിക സിംഹാസനത്തിൽ നിന്ന് നമ്മുടെ ദൃഷ്ടി നാം കൊച്ചി രൂപതയിലെ വിശ്വാസി സമൂഹത്തിലേക്ക് തിരിക്കുന്നു. എന്തെന്നാൽ നമ്മുടെ വന്യനായ സഹോദരൻ ജോസഫ് കരിയിൽ സ്ഥാനമൊഴിഞ്ഞ ശേഷം അവിടുത്തെ മെത്രാൻ സ്ഥാനം ഒഴിഞ്ഞ് കിടക്കുകയാണല്ലോ. ഇടയൻ്റെ അസാന്നിധ്യം മൂലം ആ സമൂഹത്തിന് ഒരു കുറവും വരുവാൻ പാടില്ലല്ലോ. അതിനാൽ പ്രിയപുത്ര, നിന്നെ നാം പ്രസ്തുത ഉത്തരവാദിത്തത്തിലേക്ക് നിയമിക്കുവാൻ ആഗ്രഹിക്കുന്നു. നീ വിവേകത്തിലും ആധ്യാത്മിക ജീവിതത്തിലും ഇതര കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിലും മികവ് കാട്ടുകയും ചെയ്യുന്നല്ലോ. നിനക്ക് ഈ രൂപതയുടെ സാഹചര്യങ്ങളെക്കുറിച്ച് നല്ല അറിവും ഉണ്ടല്ലോ. അതിനാൽ സാധാരണ നടന്നു വരുന്നത് പ്രകാരം സുവിശേഷവൽക്കരണത്തിനായുള്ള മന്ത്രാലയത്തിൻ്റെ അഭിപ്രായം കേട്ട ശേഷം എല്ലാ സാഹചര്യങ്ങളും പരിഗണിച്ചും സമയമെടുത്ത് എല്ലാം ശ്രദ്ധാപൂർവം വിലയിരുത്തിയും നമ്മുടെ അപ്പസ്തോലിക അധികാരത്തിൻ്റെ പൂർണ്ണതയിൽ നിന്നെ നാം കൊച്ചിയിലെ മെത്രാനായി നാമനിർദ്ദേശം ചെയ്യുകയും നിയമിക്കുകയും ചെയ്യുന്നു. അതിനോട് ചേർന്ന എല്ലാ അവകാശങ്ങളും അധികാരങ്ങളും നിനക്ക് നൽകുകയും ആ ശുശ്രൂഷയുടേതായ ഉത്തരവാദിത്തങ്ങൾ നിന്നെ ഏൽപ്പിക്കുകയും ചെയ്യുന്നു. റോമ നഗരത്തിന് പുറത്ത് നീ തിരഞ്ഞെടുക്കുന്ന ഏതൊരു കത്തോലിക്ക മെത്രാനിൽ നിന്നും നിനക്ക് മെത്രാൻ പട്ടം ആരാധന ക്രമനിയമങ്ങളനുസരിച്ച് സ്വീകരിക്കാവുന്നതാണ്. അതിനു മുൻപായി ശരിയായ വിധത്തിലുള്ള ഒരു വിശ്വാസ പ്രഖ്യാപനം നടത്തേണ്ടതാണ്. അതോടൊപ്പം നിയമപരമായി നിലനിൽക്കുന്ന രീതിയിൽ നമ്മോടും ഈ സിംഹാസനത്തിൽ വരുന്ന നമ്മുടെ പിൻഗാമികളോടും കൂറ് പ്രഖ്യാപിക്കുകയും വേണം. ഈ കത്തിൻ്റെ ഉള്ളടക്കം നിൻ്റെ വൈദിക വൃന്ദത്തെയും രൂപതാ സമൂഹത്തെയും അറിയിക്കണമെന്ന് നാം താൽപ്പര്യപ്പെടുന്നു. അതോടൊപ്പം തങ്ങളുടെ ആധ്യാത്മിക ജീവിതത്തിൻ്റെ പുതിയ നിയന്താവിനെ ബഹുമാനിക്കുവാനും അദ്ദേഹത്തോട് സഹകരിക്കുവാനും നാം അവരോട് ആഹ്വാനം ചെയ്യുന്നു. അവസാനമായി പ്രിയപുത്ര, നിൻ്റെ ശുശ്രൂഷയിൽ മുന്നോട്ടു പോകുമ്പോൾ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെയും അവരുടെ ഭർത്താവായ വിശുദ്ധ യൗസേപ്പിൻ്റെയും മാധ്യസ്ഥം തേടുവാനും വിശ്വാസികളുടെ നന്മയും രക്ഷയും എപ്പോഴും നിൻ്റെ കൺമുമ്പിൽ ഉണ്ടായിരിക്കുവാനും നിനക്ക് ഇടവരട്ടെ എന്ന് നാം ആശംസിക്കുന്നു. വിശുദ്ധ പത്രോസിൻ്റെ മഹാദേവാലയത്തിൽ വച്ച് വിശുദ്ധ വർഷമായ 2025 ഒക്ടോബർ 25 നമ്മുടെ പരമാചാര്യ ശുശ്രൂഷയുടെ 1-ാം വർഷം നൽകപ്പെട്ടത് ഇടയന്മാരുടെ ഇടയൻ ലിയോ 14.